അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തിന്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 മുതൽ 32 വരെയായിരുന്നു ഈ സമരം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. 1931 നവംബർ 1-ന് ഇത് തീരുമാനിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം നടത്താനായിട്ട് തീരുമാനിച്ച KPCC സമ്മേളനം ഏതായിരുന്നു? 1931 വടകര സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? K. കേളപ്പനും മന്നത്ത് പത്മനാഭനും. ഇവർ രണ്ടുപേരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ഒരു പ്രക്ഷോഭ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. സെക്രട്ടറി ആയിരുന്നത് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് T. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? T. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഈ ഓരോ പേരും ശ്രദ്ധിച്ചു പഠിക്കണേ. പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ വേറെ, വോളണ്ടിയർ ക്യാപ്റ്റൻ വേറെ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അത് 1932 സെപ്റ്റംബർ 21-നായിരുന്നു ആരംഭിച്ചത്. ഇത് ഒക്ടോബർ 2 ആയപ്പോ ഗാന്ധിജി ഇടപെട്ട് ഈ സത്യാഗ്രഹ സമരം നിർത്തിച്ചു അല്ലെങ്കിൽ പിൻവലിപ്പിച്ചു. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കുക. സെപ്റ്റംബർ 21 തുടങ്ങി ഓഗസ്റ്റ് 2 വരെ ഇദ്ദേഹം തുടർച്ചയായി നിരാഹാര സമരത്തിലായിരുന്നു. ഗാന്ധിജി ഇടപെട്ട് ഒക്ടോബർ 2-ന് അത് പിൻവലിപ്പിച്ചു. ഇനി ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? P. കൃഷ്ണപിള്ള. അപ്പോ ആ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് മണിയടിക്കാനൊന്നും അന്നത്തെ ബ്രാഹ്മണർ അല്ലാത്ത ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു അവരിപ്പോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആചാര ലംഘനം നടത്തിയത് P. കൃഷ്ണപിള്ളയാണ്. അതേ തുടർന്ന് വളരെ ക്രൂരമായ മർദ്ദനം ഇവർക്കേറ്റു. അങ്ങനെ മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കൾ ആരൊക്കെയാണ്? P. കൃഷ്ണപിള്ള, AK ഗോപാലൻ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് മർദ്ദനമേറ്റത്. ആരൊക്കെയായിരുന്നു? P. കൃഷ്ണപിള്ളയും അതുപോലെ തന്നെ AK ഗോപാലനും. ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല അടിയിട്ടിരുന്നു. ഓക്കെ, ഇനി ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ജനഹിത പരിശോധന, ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞത് ഏതായിരുന്നു? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്ക്, അന്ന് നിലനിന്നിരുന്ന താലൂക്ക് കേട്ടോ. അപ്പൊ ഇന്ന് ഗുരുവായൂര് ഏത് താലൂക്കിലെ പറഞ്ഞെന്നറിയോ? ഏതാ? ചാവക്കാട്. ചാവക്കാട് താലൂക്കാണ് കേട്ടോ. അന്ന് നിലനിന്നിരുന്നത് പൊന്നാനിയാണ്. ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് താലൂക്കാണ്? ചാവക്കാട്. ഞാൻ ഇവിടെ സൈഡിൽ നോട്ട് ചെയ്യാം. കറന്റ് താലൂക്ക് ചാവക്കാട്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോവേ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്കിലായിരുന്നു ജനഹിത പരിശോധന നടത്തിയത്. അപ്പൊ അങ്ങനെ ജനഹിത പരിശോധന നടത്തിയപ്പോ ഭൂരിഭാഗം ജനങ്ങളും അവർണർക്കും ക്ഷേത്രപ്രവേശനം നടത്താം എന്ന വസ്തുത വെളിപ്പെടുത്തി. 2021 90-ാം വാർഷികം നവതി ആഘോഷിച്ച സത്യാഗ്രഹം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നോക്കി, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചും വസ്തുതകളെ കുറിച്ചുമുള്ള പട്ടികയാണ് തന്നിരിക്കുന്നത്. ഇതൊന്ന് യോജിപ്പിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയാൻ പറ്റുമോ?
എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി ആണ്. ബി, ഗുരുവായൂർ സത്യാഗ്രഹം. അത് ഓപ്ഷൻ 6 ഇതിൽ വന്നിട്ടില്ല അല്ലെ? നോക്കട്ടെ, ഓപ്ഷൻ 6 മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. ഓപ്ഷൻ 6 അതിനൊക്കെ വന്നിട്ടില്ല, അതാണ് മിസ്സിംഗ് വന്നാണ് അല്ലെ? കേളപ്പനല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം? മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരല്ലേ ഉണ്ടായിരുന്നത്? ഒരാൾ പ്രസിഡന്റും ഒരാൾ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ? ഇത് നോക്കിയേ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ. ഇതിന് സമരം ഇരുന്നത് ആരാണ്? കെ കേളപ്പൻ. തന്നിരിക്കുന്ന പേരുകളുമായി ബന്ധപ്പെടുത്തി നോക്കാം കേട്ടോ. ചെമ്പഴന്തി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. അപ്പൊ രണ്ട് ഓപ്ഷനേ അതുള്ളൂ. ഏതൊക്കെയാ? ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എയും ഡിയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടത് ആരാണ്? അയ്യങ്കാളിയാണ്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി എന്നല്ല പറയേണ്ടത്, അത് സത്യത്തിൽ വൈകുണ്ഠസ്വാമിയാണ്. പക്ഷെ ഇത് നടന്ന PSC വർഷം ഏതാന്ന് നോക്കട്ടെ, ഒരു സെക്കൻഡ്. 2022 PSCയുടെ ആൻസർ കീയിൽ അത് അയ്യങ്കാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടത് വൈകുണ്ഠസ്വാമിയാണ്. അപ്പോ അത് ഇവിടെ നിന്ന് കറക്ഷൻ ഉണ്ട് ശരിക്കും. പക്ഷെ ഇത് PSC തന്ന ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ചാന്നാർ ലഹള അയ്യങ്കാളി അല്ല, പകരം എന്താണ്? വൈകുണ്ഠസ്വാമിയാണ് കേട്ടോ. കുഴപ്പമില്ല. എന്നാലും ഇവിടുത്തെ ഓപ്ഷനിൽ നമുക്ക് 4നെ 7 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 7 ആവുന്നത് ഏതാണ്? ഇത് രണ്ടും അല്ലെ? ബി. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. അപ്പൊ കുഴപ്പമില്ലല്ലോ, കിട്ടിയില്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ഇവരിങ്ങനെ സത്യാഗ്രഹമൊക്കെ ഇരുന്നു. പക്ഷെ ഗാന്ധിജി ഇടപെട്ട് ആ സമരം അവര് നിർത്തി. 1947 ജൂൺ 12 മദ്രാസ് സർക്കാരിന്റെ ക്ഷേത്രപ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം ലഭിച്ചു. 1936 ശ്രീചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യവും സൃഷ്ടിച്ചത് ഏത് സമരമായിരുന്നു? ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. 36 ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരാണ്? AK ഗോപാലൻ. AK ഗോപാലൻ. AK ഗോപാലൻ എന്ന AKG കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? AKG
അദ്ദേഹമായിരുന്നു ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി ഗുരുവായൂർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്, സമരവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ നോട്ട് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കണേ. ഞാൻ ഒരുവിധം പോയിന്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പുതിയത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്ത് തരാം. ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് നോക്കാട്ടോ. വന്നില്ല. എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവണം, നോക്കണേ ഒന്ന്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാവേ. അഡീഷണൽ ആയിട്ട് പറഞ്ഞ 2 കാര്യങ്ങളും ഒന്നുകൂടി പറയാണ്. നമ്മൾ പറഞ്ഞ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുൻപായിരുന്നു. ഇദ്ദേഹത്തിനെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നെടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് സമയം നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പഠിച്ചോളൂ കേട്ടോ, പ്രിപ്പയർ ചെയ്തോളെ.